ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ യമൻ പ്രധാനമന്ത്രി അഹമ്മദ് അൽ റഹാവി കൊല്ലപ്പെട്ടിരുന്നു. റഹാവിയുടെ മരണം ഹൂതികളും സ്ഥിരീകരിച്ചു. പിന്നാലെ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഹൂതികൾ. റഹാവിയുടെ കൊലയ്ക്ക് പകരം വീട്ടുമെന്നാണ് ഇസ്രായേലിനോട് ഹൂതികളുടെ മുന്നറിയിപ്പ്. ഞങ്ങൾ പ്രതികാരം ചെയ്യും, മുറിവുകൾക്ക് പകരമായി വിജയം സൃഷ്ടിക്കും, ഇസ്രായേലിനോട് പകരം വീട്ടുമെന്ന് യമനി ജനതയ്ക്കും ആക്രമണത്തിൽ രക്തസാക്ഷിത്വം വഹിച്ചവരുടെ കുടുംബങ്ങൾക്കും പരിക്കേറ്റവർക്കും ഉറപ്പു നൽകുന്നു. വീഡിയോ സന്ദേശത്തിൽ ഹൂതികളുടെ സുപ്രീം പൊളിറ്റിക്കൽ കൗൺസിൽ ചെയർമാൻ മഹ്ദി അൽ മഷാത്ത് പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി അഹമ്മദ് അൽ റഹാവി കൊല്ലപ്പെട്ടതായി ഹൂതികൾ സ്ഥിരീകരിച്ചത്. വ്യാഴാഴ്ച ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ പ്രധാനമന്ത്രിക്കൊപ്പം മറ്റു ഉന്നതോദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടതായി ശനിയാഴ്ചയാണ് ഹൂതികൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. സർക്കാരിൻ്റെ പതിവ് മീറ്റിംഗിനിടെയാണ് മന്ത്രിമാരെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണം നടത്തിയതെന്ന് ഹൂതികൾ നയിക്കുന്ന യമൻ ഭരണകൂടം പ്രസ്താവനയിൽ അറിയിച്ചു. ചില മന്ത്രിമാർ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തു. ഇവരുടെ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ആക്രമണത്തിനിടയിലും തടസ്സമില്ലാതെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും ഹൂതി ഭരണകൂടം വ്യക്തമാക്കി. എന്നാൽ ആക്രമണത്തിലൂടെ ഹൂതികളുടെ നിലപാടിനെ മാറ്റാൻ കഴിയില്ലെന്ന് യമൻ സായുധ ഗ്രൂപ്പ് വ്യക്തമാക്കി. ഗസയ്ക്കുള്ള പിന്തുണ തുടരുമെന്നും ഹൂതികൾ പറഞ്ഞു. സനായിലെ ഇസ്രായേൽ വ്യോമാക്രമണ പരമ്പരയെ തുടർന്നാണ് ഗാസ വിഷയത്തിൽ പിന്നോട്ടില്ലെന്ന് ഹൂതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഹൂതി നേതാവ് അബ്ദുൽ മാലിക് അൽ ഹൂതി നടത്തിയ പ്രസംഗത്തിനിടെയായിരുന്നു ആക്രമണം ഉണ്ടായത്. തന്ത്രപ്രധാനമായ ഹൂതി കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണമെന്ന് വെള്ളിയാഴ്ച ഇസ്രായേൽ ചീഫ് ഓഫ് സ്റ്റാഫ് ഇയാൽ സമീർ പറഞ്ഞു. സൈനിക ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള മുതിർന്ന ഹൂതി ഉദ്യോഗസ്ഥർ ലക്ഷ്യമിട്ട സ്ഥലത്തുണ്ടായിരുന്നതായി ഇസ്രായേൽ അവകാശപ്പെടുന്നു. എന്നാൽ യോഗത്തിൽ സൈനിക നേതാക്കളുടെ സാന്നിധ്യം ഹൂതി ഉദ്യോഗസ്ഥർ നിഷേധിച്ചിട്ടുണ്ട്. 2024 ഓഗസ്റ്റ് മുതൽ സനായിലെ ഹൂതി നേതൃത്വത്തിലുള്ള സർക്കാരിൻ്റെ പ്രധാനമന്ത്രിയായി റഹാവി പ്രവർത്തിക്കുന്നു. ഇസ്രായേൽ കൊലപ്പെടുത്തിയ ഏറ്റവും മുതിർന്ന ഹൂതി നേതാവാണ് അദ്ദേഹം. ഗാസയിലെ ഫലസ്തീനികൾക്കുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് യമൻ സായുധ ഗ്രൂപ്പ് ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ആക്രമണം തുടങ്ങിയത്. ചെങ്കടലിൽ കപ്പലുകളും ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ഹൂതികൾ തുടർച്ചയായി ആക്രമണം നടത്തുന്നുണ്ട്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഇസ്രായേൽ യമനിൽ ആക്രമണം നടത്തിയത്. ഈ വ്യോമാക്രമണത്തിലാണ് ഹൂതികളുടെ പ്രധാനമന്ത്രി അഹമ്മദ് അൽ റഹാവി ഉൾപ്പെടെയുള്ളവർ കൊല്ലപ്പെട്ടത്. ആക്രമണത്തിൽ നിരവധി മന്ത്രിമാരും കൊല്ലപ്പെട്ടതായി റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. വ്യാഴാഴ്ച യമൻ തലസ്ഥാനമായ സനായിൽ ഇസ്രായേലി യുദ്ധവിമാനങ്ങൾ തുടർച്ചയായി വ്യോമാക്രമണം നടത്തി. പ്രാദേശിക യമൻ മാധ്യമങ്ങൾ ഇസ്രായേലി ആക്രമണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. യമനിൽ നിന്ന് വിക്ഷേപിച്ച 2 ഡ്രോണുകൾ ഇസ്രായേൽ സൈന്യം തടഞ്ഞതായി അറിയിച്ച് മണിക്കൂറുകൾക്ക് ശേഷമാണ് ആക്രമണം ഉണ്ടായത്. ഒരു ഡ്രോൺ ഗസയിലെത്തിയതായും മറ്റൊന്ന് അധിനിവേശ ഫലസ്തീൻ വ്യോമാതിർത്തിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് വെടിവെച്ചിട്ടതായും റിപ്പോർട്ടുണ്ട്. ഗസയ്ക്കും ലെബനനും അപ്പുറത്തേക്ക് യുദ്ധം വ്യാപിപ്പിക്കാനും മേഖലയിലെ സർക്കാരുകളെയും പ്രസ്ഥാനങ്ങളെയും നേരിട്ട് ലക്ഷ്യം വയ്ക്കാനുമുള്ള ഇസ്രായേലിൻ്റെ നീക്കമാണ് ആക്രമണം തെളിയിക്കുന്നതെന്ന് യമൻ ആരോപിക്കുന്നു.